യൂറോപ്യൻ യൂണിയൻ നേതാക്കളുമായുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൂടിക്കാഴ്ച ചൊവ്വാഴ്ച. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഇന്ന് യൂറോപ്യൻ യൂണിയൻ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തും. വ്യാപാര വാണിജ്യ രംഗത്തും തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും കരാർ കൂടുതൽ സൗകര്യമൊരുക്കുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. വിവരങ്ങൾ ശ്രീകാന്താണ് ഡൽഹിയിൽ നിന്ന് നൽകുന്നത്. ശ്രീകാന്ത്, റിപ്പബ്ലിക് ഡേ ആഘോഷങ്ങളുടെ ഭാഗമാകാനായി യൂറോപ്യൻ യൂണിയന്റെ നേതാക്കൾ ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ചൊവ്വാഴ്ച പ്രധാനമന്ത്രിയുമായി നടക്കുന്ന ഈ കൂടിക്കാഴ്ച എത്രത്തോളം ഭാരതവും ഈ യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ബന്ധത്തെ കൂടുതൽ എത്രത്തോളം ശക്തമാക്കുന്നതായിരിക്കും? എന്തൊക്കെ വിഷയങ്ങളാകും ചർച്ചയ്ക്ക് വരിക? ഗൗതം, 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമാകാൻ യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ ഇന്ത്യയിലേക്ക് എത്തിത്തുടങ്ങിയിരിക്കുന്നു. ഇന്ന് എസ് ജയശങ്കർ വിദേശകാര്യമന്ത്രി അവരുമായി കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രിയുമായി ചൊവ്വാഴ്ചയാണ് കൂടിക്കാഴ്ച. അതിന് മുന്നോടിയായി അവരുമായി പറഞ്ഞുറപ്പിച്ചിട്ടുള്ള കരാർ അത് പല തരത്തിൽ ഇന്ത്യക്കും യൂറോപ്യൻ യൂണിയനും ഗുണം ചെയ്യുന്ന കരാറാണ്. അത് മദർ ഓഫ് ഓൾ ഡീൽസ് എന്നാണ് അതിനെക്കുറിച്ച് വിശേഷിപ്പിച്ചിരിക്കുന്നത് തന്നെ. ഇന്ത്യയും യൂറോപ്യൻ രാജ്യങ്ങളുമായി വ്യാപാര വാണിജ്യ മേഖലയിലും അതോടൊപ്പം തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലും ഒക്കെ തന്നെ ഈ കരാർ വലിയ ഗുണം ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ആ കരാർ ഒപ്പിടുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യും. നിലവിൽ അമേരിക്കയുമായി ഇന്ത്യയുടെ വ്യാപാര വാണിജ്യ ബന്ധം അത്ര നല്ല രീതിയിലല്ല പോകുന്നത്. 50% താരിഫ് ഏർപ്പെടുത്തി ഇന്ത്യയെ വരിഞ്ഞു മുറുക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് അമേരിക്കയുടെ ഭാഗത്തു നിന്നും. അപ്പോൾ യൂറോപ്യൻ വിപണി ഇങ്ങനെ തുറന്നു കിട്ടുന്നു എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാണ്. അതിനപ്പുറം വളർച്ചയുടെ പടവുകൾ കയറുന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അത് ഗുണകരവുമാണ്. ഓക്കെ, എന്തായാലും യൂറോപ്യൻ യൂണിയൻ നേതാക്കളുമായി പ്രധാനമന്ത്രി ചൊവ്വാഴ്ച കൂടിക്കാഴ്ചയ്ക്ക് ഒരുങ്ങുകയാണ്. അതിന് മുന്നോടിയായാണ് ഇന്നിപ്പോൾ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ യൂറോപ്യൻ യൂണിയൻ നേതാക്കളുമായി ചർച്ച നടത്തുന്നത്. പിന്നീട് ചൊവ്വാഴ്ച വളരെ സുപ്രധാനമായ കൂടിക്കാഴ്ചയും ഉണ്ടാകും. ശ്രീകാന്താണ് വിവരങ്ങളുമായി ചേർന്നത്.